EMR മോഡൽ. ഞാൻ ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് ബസ്സിൽ എൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഒരാളോട്, അയാൾ അടുത്തിരിക്കുന്നുണ്ടാവും, പക്ഷെ ഞാനിപ്പോ JP സാറിനെ വിളിച്ചിട്ട് MR മോർണിംഗ്, ഒരുപാട് മോർണിംഗ് കേട്ടിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് കേട്ടിട്ടുണ്ട്, ബാഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് MR മോർണിംഗ്? അപ്പൊ അയാളോട് ചിന്തിക്കും, എന്താണ് MR മോർണിംഗ്? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മണി റായ മോർണിംഗ്. MR മോർണിംഗ്. നമ്മുടെ ടീമിലുള്ള എല്ലാവരും, എൻ്റെ ഒരു ആഗ്രഹമാണ്, എല്ലാവരും ആദ്യമായിട്ട് വിളിക്കുന്ന സമയത്ത് MR മോർണിംഗ്, ഗുഡ് മോർണിംഗ് നമ്മൾ ഒഴിവാക്കൂ. MR മോർണിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരി, അപ്പൊ എല്ലാവർക്കും ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും MR മോർണിംഗ്. ഇപ്പോ നമ്മള് ഇതില് എത്രയോ പേര്, 200 പേര് ഉണ്ടെന്ന് വിചാരിച്ചു. എന്റെ കണ്ണിന് കുറച്ചൊരു കാഴ്ചക്കുറവുണ്ട്, അങ്ങനെയുള്ള കുറച്ചൊരു പ്രോബ്ലംസ് ഉണ്ട് ശരിക്കും. അപ്പൊ നമ്മള് ഇത്രയും പേര് വന്നിരിക്കുന്നുണ്ടെങ്കിൽ, അത് ഇരിക്കണമെങ്കിൽ ഇവിടെ നമ്മളിവിടെ വരാനൊരു കാരണമുണ്ട്, ചില ആളുകൾ വരാതിരിക്കാൻ ഒരു കാരണമുണ്ട്, ചില ആളുകൾ വരാനൊരു കാരണമുണ്ട്, ചില ആളുകൾ വരാതിരിക്കാനൊരു കാരണമുണ്ട്. ശരി, അതെന്ന് വെച്ചാൽ ഈ വന്നിട്ടുള്ള ആളുകൾ ഇപ്പൊ 5 മണിക്ക്, നമ്മൾ 6 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുകയാണെങ്കിൽ 6 മണിക്ക് നമ്മൾ വരും, ഒന്ന് നേരെ നമ്മൾ വന്ന് കയറിയിരിക്കില്ല. അപ്പൊ നമ്മളൊരു 5 മണിക്കാണ് സാധാരണഗതിയിൽ, ഇപ്പൊ ഒരു 7 മണിയാകുമ്പോഴാണ് ആളുകളൊക്കെ സാധാരണ എണീക്കാറ്. അപ്പൊ 2 മണിക്കൂർ അവിടെ നമുക്ക് കിട്ടുകയാണ്. അപ്പൊ നമ്മൾ 5 മണി തൊട്ട് 7 മണി വരെ 2 മണിക്കൂർ നമുക്ക് ലൈഫിൽ കിട്ടിക്കഴിഞ്ഞാൽ 7 ദിവസമാകുമ്പോൾ 14 മണിക്കൂറായി. അങ്ങനെ 12 മാസമാണ് സമയത്ത് നമുക്ക് 30 ദിവസം. ഇപ്പോ ഈ മോർണിംഗ് ബൈബിളിൽ കയറിയിരിക്കുന്ന ആളുകൾക്ക് ഒരു മാസം എക്സ്ട്രാ ഒരു മാസം കിട്ടാണ്. കാരണം 12 മാസം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും, ഈ മോർണിംഗ് ബൈബിളിൽ കയറിയിരിക്കുന്ന എല്ലാവർക്കും 13 മാസം കിട്ടും ഒരു വർഷത്തിൽ. ശരി, അപ്പൊ നമ്മളെല്ലാവരും വന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു പർപ്പസ് വേണം, നമുക്ക് അല്ലെ, ഒരു പർപ്പസ്. ഈ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവശ്യം, എന്തിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, നമുക്കൊരു പർപ്പസ് വേണം ശരിക്കും. ഒരു കൃഷിക്കാരൻ ഒരിക്കലൊരു അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഒരു മുയലുണ്ട്, ഒരു പട്ടിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വയലിൽ എത്തിയ സമയത്ത് ഈ മുയലിനോടും പട്ടിയോടും പറഞ്ഞു, ഇവിടെ നിങ്ങൾക്കൊരു സമ്മാനം കുഴിച്ചിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ തോണ്ടി, ഈ മണ്ണിൽ ഒരു സമ്മാനം നിങ്ങൾക്കുണ്ട്, ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ തോണ്ടിയെടുക്കണം. അപ്പൊ അദ്ദേഹം എന്താ വെച്ചാല് മണ്ണിനടിയില് ഒരു ഭാഗത്ത് ഒരു ക്യാരറ്റും ഒരു ഭാഗത്ത് ഒരു എല്ലും കഷ്ണം ഇട്ടിരിക്കുകയാണ്. ഇത് രണ്ടും മുയലിന് ഇഷ്ടമാണ് ക്യാരറ്റ്, പട്ടിക്കാണെങ്കിൽ എല്ലും കഷ്ണം ഇഷ്ടമാണ്. അങ്ങനെ ഇത് കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഈ പട്ടി മുയലിങ്ങനെ കണ്ടമാനം സമയം നടന്നു കുഴിച്ച് എല്ലാ സ്ഥലത്തും, പട്ടി കുറച്ച് സ്ഥലത്ത് കുഴിച്ചു നോക്കി ഇട്ടിരുന്നത്, ആ പട്ടി അവിടെ ശരിക്കും സൈഡിൽ നോക്കി അവിടെ കിടന്നു, ഒരു മണ്ണിൽ അവിടെ കടന്നു. ശരി, ഈ മുയലാണെങ്കിൽ ചാടി എല്ലാ സ്ഥലത്തും നോക്കി വന്ന് ഇനി ആകെ നോക്കാനുള്ള ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് ഈ പട്ടി കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ പട്ടിയോടൊന്ന് പറഞ്ഞു, ഒന്ന് അങ്ങോട്ട് മാറി കിടക്കുവോ എന്ന് പറഞ്ഞാൽ അവിടെ തപ്പിയപ്പോൾ ആ മുയലിനെ ക്യാരറ്റ് കിട്ടി. ശരി, ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെ. ഒരു സിനിമയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് എന്തിനാ? ഒരു സിനിമയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് കൊണ്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാനല്ല, അല്ലെങ്കിൽ നമുക്ക് സിനിമാ ഹാളിൽ പോയിട്ട് ഉറങ്ങാനല്ല. ആ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതല്ല നമ്മുടെ പർപ്പസ്, ഒരു സിനിമ കാണുക എന്നുള്ളതാണ്. ആ സിനിമ കണ്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ, ഇതേപോലെ തന്നെ എൻജോയ് ചെയ്യാന്നുള്ള ഒരു പർപ്പസാണ് ശരിക്കും വേണ്ടത്. ശരിക്കും ഇനി രണ്ടാമത്, ഇപ്പൊ നമ്മൾ പാല് വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. ആ പാല് വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് പാല് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല എന്റെ പർപ്പസ്. ശരിക്കും പാല് എന്തിനാ? അത് നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് ചായ ഉണ്ടാക്കാം, കാപ്പി ഉണ്ടാക്കാം, കുട്ടികൾക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, ഇതിനാണ് നമുക്ക് പർപ്പസ്. ശരിക്കും പാല് അതിനുള്ള പർപ്പസ്. അപ്പൊ ഇന്ന് നമ്മൾ മോർണിംഗ് ബൈബിളിൽ നമ്മൾ വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ട് ശരിക്കും, അല്ലെ. നമ്മുടെ മുദ്രാവാക്യം എന്താ? ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. ആ ഒരു പർപ്പസ് ആണ് നമുക്ക് വേണ്ടത് ശരിക്കും. പർപ്പസ് നമുക്ക് കിട്ടണം ശരിക്കും. ഇന്ന് നമ്മുടെ പർപ്പസ് എന്താ ശരിക്കും നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ ശരിക്കും ലോകാരോഗ്യ സംഘടന നമ്മളിപ്പോ നമ്മുടെ ആരോഗ്യം. അപ്പൊ ലോകാരോഗ്യ
മൈൻഡ് ആൻഡ് ബോഡി സൊസൈറ്റി. അതായത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സമൂഹത്തിന്റെയും സുസ്ഥിതിയാണ് യഥാർത്ഥ ആരോഗ്യം. ഇതാണ് യഥാർത്ഥ ആരോഗ്യം. ശരി, ഈ യഥാർത്ഥ ആരോഗ്യം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കും. നമ്മൾ നോക്കും. നമ്മുടെ ലോകത്തിന്റെ തലസ്ഥാനം ഡയബറ്റിക്, ലോകത്തിന്റെ തലസ്ഥാനം ഡയബറ്റിക്കിന്റെ തലസ്ഥാനം എവിടെയാ? ഇന്ത്യയിലാണ്. ശരിക്കും ഇന്ത്യയിലെ 11 കോടി ജനങ്ങൾക്ക് ഡയബറ്റിക് ആണ്. 11 കോടി ജനങ്ങൾക്ക് ഡയബറ്റിക് ആണ്. അതിൽ 25% നമ്മുടെ കേരളത്തിലാണ്. 25% ഡയബറ്റിക് നമ്മൾ കേരളത്തിലാണ്. ശരിക്കും എന്താ ഡയബറ്റിക്? നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിലുള്ള ബീറ്റാ സെല്ലുകൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഷുഗർ കണ്ണിലടിഞ്ഞൂടും, കണ്ണിന്റെ കാഴ്ച പോകും. അതിന് ഡോക്ടർമാർ പറയുന്നതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഈ ഷുഗർ നേരെ ഹാർട്ടിലേക്ക് വരുന്ന സമയത്താണ് ചില ആളുകൾ കുഴഞ്ഞു കൊണ്ട് മരിക്കും. അതിന് പറയുന്നത് കാർഡിയാക് മയോപ്പതി. ഈ ഷുഗർ നമ്മുടെ കിഡ്നിയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കിഡ്നി പോകുന്നത്. അവിടെ നമ്മൾ പറയുന്ന ഡോക്ടർമാർ പറഞ്ഞു ഡയബറ്റിക് നെഫ്രോപ്പതി എന്നാ പറഞ്ഞു. ഈ ഷുഗർ നേരെ കാലിലേക്ക് വരുന്ന സമയത്താണ് കാല് പഴുത്ത് ചീഞ്ഞ് കെട്ടി മുറിച്ച് കളയേണ്ട അവസ്ഥ, ഡയബറ്റിക് ഗാംഗ്രൈൻ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ 11 കോടി ജനങ്ങളിൽ 25% നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ശരിക്കും ഡയബറ്റിക്. ഇതേപോലെ തന്നെ നമുക്ക് നോക്കൂ, നമുക്ക് കൊളസ്ട്രോള് ശരിക്കും പറഞ്ഞാല് 28% ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊളസ്ട്രോൾ ആണ്. അതില് കേരളത്തിൽ 50% ആളുകൾക്ക് കൊളസ്ട്രോൾ ആണ്. ശരിക്കും 50% അതിന്റെ കണക്ക് ഒന്ന് ആലോചിച്ചോ. അതുപോലെ നമുക്ക് BP, ഈ HP ഇത് നോക്കുന്ന സമയത്ത്, ഹൈപ്പി ടെൻഷൻ അത് നോക്കുന്ന സമയത്ത് ഈ BP-യുടെ അളവ് നോക്കുന്ന സമയത്ത് 18 CR ആളുകൾക്ക്, 18 കോടി ആളുകൾക്ക് പ്രഷറാണ്. ശരിക്കും പ്രഷർ, അത് ലോ പ്രഷർ ഉണ്ടാവും, ഹയർ പ്രഷർ ഉണ്ടാവും. ശരിക്കും ഇതേപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും ക്യാൻസർ. ശരിക്ക് 1 ലക്ഷം ആളുകൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ 169 പേർക്ക് ക്യാൻസർ ആണ്. ശരിക്കും ക്യാൻസർ. അതുപോലെ കാർഡിയാക് വാസ്കുലർ ഡിസീസ്, കാരണം ഹൃദയാഘാതത്തോടുകൂടി മരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് 1 ലക്ഷം ആളുകളിൽ മരണം എടുത്തു കഴിഞ്ഞാൽ 272 പേര് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചിട്ടുള്ളത്. ശരി, ആർത്തറൈറ്റിസ് 18 CR ആണ്. ആർത്തറൈറ്റിസ്, സന്ധിവാദം, ആമവാദം, ഇതൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ വരുന്ന സമയത്ത് ഇതിനെ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന മെഡിസിൻ ആണ്. ശരിക്കും ഈ മരുന്ന് കഴിച്ചാൽ ഒരിക്കലും ഇത് ക്യൂർ ആവുന്നില്ല, ഇതൊരിക്കലും പോകുന്നില്ല. ഇതിനെ നോർമലാക്കാം. അപ്പൊ ഡയബറ്റിക് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ജീവിതശൈലി കാര്യങ്ങളൊക്കെ നോക്കി, ഭക്ഷണമൊക്കെ നോക്കി ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ശരിക്കും ഒന്നും ഇത് ക്യൂർ അല്ല. ശരിക്കും അപ്പൊ നല്ലൊരു തലത്തിലേക്ക് നമുക്ക് ഈ ഒരു 2 തരം ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി നമുക്ക്. അപ്പൊ ഈ വെൽനസ് ഇൻഡസ്ട്രിയിൽ ശരിക്കും കാണാൻ സാധിക്കുന്നത്, വെൽനസ് ഇൻഡസ്ട്രി ഇന്ന് ലോകത്തിന്റെ ഒരു ബിസിനസ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത് ഹെൽത്ത് കെയർ അതിലൂടെ ഫുഡ് ഇൻഡസ്ട്രി, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, ഇതിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത്. ശരി, അപ്പൊ ഈ ഹെൽത്ത് കെയർ എന്ന് കേൾക്കുന്ന സമയത്ത്, ആരോഗ്യം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താ പെട്ടെന്ന് വരിക? ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ സമയത്ത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റല്, ലാബ്, എക്സ്ട്രാ, ഡോക്ടർ, മരുന്ന്, ഫാർമ, ഇതൊക്കെയാണ് ഹെൽത്ത് കെയർ. ശരിക്കും വെൽനസ് അങ്ങനെയല്ല. വെൽനസ് യോഗ അല്ലെങ്കിൽ ന്യൂട്രീഷൻ സെന്റർ, മറ്റുള്ള കാര്യങ്ങൾ അതിലേക്കാണ് പോകുന്നത്. ശരിക്കും അപ്പൊ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഹെൽത്ത് കെയറിലേക്ക് നമ്മളൊരു ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതൊരു ഇഷ്ടത്തോടു കൂടിയിട്ടല്ല. നമ്മളൊരു രോഗം വരുന്ന സമയത്താണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ ഒരിക്കലും പോകുന്നില്ല, ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ മറ്റൊന്ന് വേറെയാണ്. അപ്പൊ ഇഷ്ടത്തോടെ അല്ലാത്ത ഇൻഡസ്ട്രി ആയിട്ട് പോലും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഏറ്റവും ടോപ്പിലാണ് പണം ഉണ്ടാക്കുന്നത്. അപ്പൊ ഫുഡ് ഇൻഡസ്ട്രി, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആണ് മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഉണ്ടാകും. ശരിക്കും അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടില് ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയും ഈ വെൽനസ് ഇൻഡസ്ട്രി, അപ്പൊ വെൽനസ് ഇൻഡസ്ട്രി ലോകത്ത് നല്ലൊരു സാധ്യതയുണ്ട്. ഇപ്പൊ പോൾസൺ പിൽസൺ, അദ്ദേഹം അമേരിക്കയിലെ 2 പ്രധാനമന്ത്രിമാരുടെ എക്കണോമിക് ആയിട്ടുള്ള അദ്ദേഹം ഗൈഡൻസ് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു പോൾസൺ പിൽസൺ. അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, ഇപ്പൊ നമ്മൾ ഹെൽത്ത് കെയർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ല കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അല്ല, അത് സിക്നെസ് ഇൻഡസ്ട്രിയാണ്. രോഗത്തെയാണ് ചികിത്സിക്കുന്നത്. അപ്പൊ രോഗം വന്നിട്ട് മരുന്ന് വാങ്ങിക്കുന്നതിന്റെ കൂടെയുണ്ട്. അപ്പൊ അത് സിക്നെസ് ഇൻഡസ്ട്രി ആണ്, ഒരിക്കലും അത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അല്ല. ശരി, അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് 1980 കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാല് ലൈഫ് സ്പാൻ, നമ്മുടെ മനുഷ്യന്റെ ലൈഫ് സ്പാൻ
കോടീശ്വരനാണ്. അപ്പൊ ഡോക്ടർമാരുടെ മക്കളും ഡോക്ടർമാരും, എഞ്ചിനീയർമാരുടെ വക്കീലന്മാരുടെ വക്കീലന്മാരും കോടീശ്വരന്മാരുടെ മക്കള് കോടീശ്വരന്മാരാകുന്നു. ഇപ്പൊ യൂസഫ് അലി സാറിന്റെ 3 മക്കളും കോടീശ്വരന്മാരാണ്. അവർ കോടീശ്വരന്മാരാണ് ശരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം കോടീശ്വരനായി, അവർ കോടീശ്വരനായി ശരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലയില് നമ്മുടെ കഴിഞ്ഞ ഫസ്റ്റ് നമ്മൾ ആർക്കെസാറൊക്കെ വന്ന ഫസ്റ്റ് പ്രോഗ്രാം വയനാട് അമ്പലയിൽ നടക്കണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചു, അന്ന് കൂടി 10-9 പേരോട് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്റെ ഫാമിലിയിൽ ആരും കോടീശ്വരന്മാരില്ല. ഞാനത് ചിന്തിക്കാൻ വേണ്ടിയാ പറഞ്ഞേ. ഇത് കേട്ട സമയത്ത് അതിൽ JP സാർ മാത്രം പറഞ്ഞേ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ കോടീശ്വരൻ, ബാക്കി അതൊന്നും മനസ്സിലായില്ല എനിക്ക്. ഞാൻ ഇതിലിരിക്കുന്ന 10-100 പേരുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങളുടെ ഫാമിലിയിൽ എത്ര പേര് കോടീശ്വരന്മാരുണ്ട്? നിങ്ങളുടെ ഫാമിലിയിൽ എത്ര പേര് കോടീശ്വരന്മാരുണ്ട് ശരിക്കും? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കൂ. എന്റെ ഫാമിലിയിൽ കോടീശ്വരൻ ഇല്ല. എന്റെ ഫാമിലിയില്ല. കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ജോലി ചെയ്തിട്ട് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്താ കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതാണ് പ്രശ്നം. അപ്പൊ ഇപ്പൊ നമ്മൾ പണത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ നോക്കും, ഇന്ന് പണമില്ലാത്തത് കൊണ്ട് എത്രയോ ആളുകൾക്ക് ഭർത്താക്കന്മാർ ഭാര്യമാര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ മിനിമം 35 ലക്ഷം രൂപ മുടക്കണം. ഒരു ലിവർ മാറ്റി വെക്കണമെങ്കിൽ 80 ലക്ഷം രൂപ നമ്മൾ മുടക്കണം. 80 ലക്ഷം രൂപ മുടക്കല്ലേ കിഡ്നി മാറ്റിക്കാൻ പറ്റുള്ളൂ. പൈസയില്ലാത്ത ആളുകൾ മരിക്കാൻ ശരിക്കും. അപ്പൊ നമ്മള് യൂട്യൂബില് വാട്സപ്പിലൊക്കെ കാണില്ലേ, സഹായം തരണമെന്നൊക്കെ പറഞ്ഞിട്ട്, ആ സഹായം കിട്ടിയില്ലെങ്കിൽ മരിക്കാൻ കുറിച്ചുള്ള ശരിക്കും. ഇപ്പൊ പണം ഒരു ആവശ്യമാണ് ശരിക്കും. ഇൻകം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ലൈഫ്. വരുമാനം ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. അപ്പൊ നമുക്ക് മണി മാനേജ്മെന്റ്, മണിയെ കുറിച്ച് ചിന്തിക്കുന്ന സ്ഥലത്ത് 4 കാര്യങ്ങളാണ്. ഒന്ന് മേക്ക് മണി, സേവ് മണി, സ്പെൻഡ് മണി, ഇൻവെസ്റ്റ് മണി. അപ്പൊ പണം ഇട്ടുകൊണ്ട്, ഇപ്പൊ യൂസഫ് അലി ആയാലും അംബാനി ആയാലും എല്ലാവരും എന്താ ചെയ്യുന്നത്? പണം ഇട്ടുകൊണ്ട് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണത്തെ മനുഷ്യ മണിക്കൂറുകളെ വിലയ്ക്ക് വാങ്ങിക്കുന്നു. ഇപ്പൊ അംബാനിയുടെ അണ്ടറിൽ 1 ലക്ഷം പേരുണ്ടെങ്കിൽ അവരുടെ 8 മണിക്കൂർ മനുഷ്യ പണം കൊടുത്തിട്ട് അവരുടെ മനുഷ്യ മണിക്കൂർ വാങ്ങിച്ചുകൊണ്ടാണ് നമുക്ക്. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ് ആണ് എല്ലാവരും ചെയ്യുന്നത്. ഇൻവെസ്റ്റ്, ജോലിയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. ജോലിയിലൂടെ നമുക്ക് ജീവിച്ചു കഴിഞ്ഞു, മക്കളെ കല്യാണം കഴിച്ചു കഴിഞ്ഞു ശരിക്കും. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ഇൻവെസ്റ്റ് ആവാൻ നമുക്ക് സാധിക്കണം. അപ്പൊ യൂസഫ് അലി ആയാലും അംബാനി ആയാലും ബിൽ ഗേറ്റ്സ് ആയാലും അവർ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റർ ആവണം നമുക്ക്. നമ്മൾ ഇൻവെസ്റ്റർ ആവണം എന്ത് വേണം? നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവണം. പണം എടുത്തെറിയാൻ പണം ഉണ്ടാവണം. ആ പണത്തെ നമ്മൾ എന്ത് ചെയ്യണം? മേക്ക് മണി. അപ്പൊ പണം നമ്മൾ ഉണ്ടാക്കാം. നമുക്ക് ഈ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ സമയവും അതുപോലെ നമ്മുടെ അറിവും കൊടുത്തുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് സമയം പിടിക്കും ശരിക്കും. പക്ഷെ നമുക്ക് അവിടെ ലിവറേജ് ഉണ്ടാക്കണം. ആ ലിവറേജ് ഉണ്ടാക്കണം. നമുക്ക് സേവ് മണി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ലിവറേജ് വേണം. ലിവറേജ് എന്താ? നമ്മള് മറ്റുള്ള ആളുകൾക്ക് അവർക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ കൊണ്ട് അവരുടെ മനുഷ്യ മണിക്കൂറുകൾ വാങ്ങിക്കുമ്പോ, ഇതിലിപ്പോ 100 പേരുണ്ടെങ്കിൽ സേവ്യാർ സാറാണ് നമ്മുടെ ടീമിന്റെ ലീഡർ. സേവ്യാർ സാറിന്റെ മണിക്കൂർ ആകെ 24 മണിക്കൂറുള്ളൂ. 100 പേര് ഇതിൽ 1 മണിക്കൂർ കുറയ്ക്കുമ്പോൾ സേവ്യാർ സാറിന് ഇന്നത്തെ ഒരു ദിവസത്തെ മണിക്കൂർ എത്രയാ? 100 മണിക്കൂറാണ്. അതാണ് ലിവറേജ് ശരിക്കും. അപ്പൊ ലിവറേജ് കൂട്ടിക്കൊണ്ട് നമ്മുടെ അറിവിനും നോളജ്, മറ്റുള്ള ആളുകളുടെ അറിവിനും നോളജിനും വാങ്ങിച്ചുകൊണ്ട് ടൈമിനും വാങ്ങിച്ചുകൊണ്ട് സമയത്തെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് പണത്തിലേക്ക് കൊണ്ടുവരും. അതൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. പണം നമ്മളെപ്പോഴും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. സ്പെൻഡ് ചെയ്യുന്നത് മാത്രം പോലെ നമുക്ക് ഇൻവെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇൻവെസ്റ്റ് അതിനെ പറ്റിയുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ശരിക്കുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ശരിക്കും 1990-ലാണ് നമ്മുടെ കൊച്ചു കാലത്തിൽ MLM എന്നുള്ള സിസ്റ്റം വന്നത്. ശരി, അത് വന്ന സമയത്ത് ആർക്കും മനസ്സിലായില്ലേ. അപ്പൊ ട്രാക്ടർ എന്ന സാധനം പാലക്കാടാണ് ആക്കിയിട്ട് വന്നത്. ആദ്യത്തെ ട്രാക്ടർ പാലക്കാട് കത്തിച്ചു കളഞ്ഞു. കാരണം ട്രാക്ടർ വന്നു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ പണി പോകുന്നുള്ള കാര്യം കൊണ്ട് ആ ട്രാക്ടർ കത്തിച്ചു കളഞ്ഞു. ഇന്ന് ട്രാക്ടർ ഇല്ലാണ്ട് ഒരു കാര്യം നടത്തില്ല. TV വന്ന സമയത്ത് അതിനൊരു ബ്ലഡി ബോക്സ് എന്നാ പറഞ്ഞ ശരിക്കും. ഇന്ന് ഏതൊരു ചെറ്റപ്പുള്ളിയും സൂര്യന്റെ ചൂടോട് പോലും മറക്കുന്ന TV ആയി ശരി. കമ്പ്യൂട്ടർ വന്ന സമയത്ത് മനുഷ്യന്റെ ബുദ്ധി പൂങ്ങുന്നത്തെ പറഞ്ഞത് ശരി. പൂങ്ങുന്നത്ത് ദേശാഭിമാനി ഓഫീസിൽ 18 കമ്പ്യൂട്ടറാണ്. ബാങ്കില് നമുക്ക് ATM കാർഡ് ഒരു കാർഡ് ഇട്ടാൽ പൈസ കിട്ടുന്ന പണ്ട് വിശ്വസിക്കില്ല ശരി. ഇപ്പൊ ഗൂഗിൾ പേ, ഒരുപാട് കാര്യങ്ങൾ, തെങ്ങ് കയറുന്ന ആളുകൾക്ക് പോലും മൊബൈലില് ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് ശരിക്കും. അപ്പൊ ഈ മാറ്റങ്ങളില് ശരിക്കും പറഞ്ഞാൽ 2 തരം മാർക്കറ്റിംഗ് ആണ്. ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗും ഒന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റ് എന്താ? ഒരു പ്രോഡക്റ്റ് സ്റ്റേറ്റിൽ വന്ന് റീജിയണിൽ പോയി
മറ്റുള്ള സ്ഥലത്ത് സ്ഥലങ്ങളാണ്, പല പല സ്ഥലങ്ങളിൽ കിടക്കുമ്പോൾ അവരൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് അതാണ് ട്രഡീഷണൽ മാർക്കറ്റ്, എംഎൽഎം മാർക്കറ്റ്. അപ്പൊ എംഎൽഎം മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ശരിക്കും നമ്മുടെ സ്വർഗസ്ഥനായിട്ടുള്ള നമ്മുടെ രാഷ്ട്രപതി, മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വേറെ ഒന്നല്ല, 2025 ആവുമ്പോഴേക്കും ഇന്ത്യ സമ്പന്ന രാഷ്ട്രങ്ങളുടെ 2025 കഴിയുമ്പോഴേക്കും ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അതെങ്ങനെ വരുന്ന പറഞ്ഞ അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിലൂടെ, മൾട്ടിലെവൽ മാർക്കറ്റിങ്ങിലൂടെ, റിലേഷൻഷിപ്പ് ബിസിനസ്സിലൂടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഇറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ് റവല്യൂഷണറി ചേഞ്ചസ് സോ മെനി ഡെവലപ്ഡ് കൺട്രീസ് ഇൻ വേൾഡ്. അതാ പറഞ്ഞ അദ്ദേഹം, അതാ പറഞ്ഞു. അങ്ങനെയാണ് വന്നത് ശരിക്കും. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് നമ്മൾ എന്താ ഇതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം, പഠിക്കണം. നമ്മൾ ഇതിനെ കുറിച്ച് നമ്മൾ അറിവുണ്ടാക്കണം ശരിക്കും. അപ്പൊ നോളജ് നമ്മുടെ രതീഷ് കാലടി സാർ അദ്ദേഹം പറഞ്ഞു, നോളജ് 9 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിനെ പറ്റിയാണ് നോളജാണ് ഏറ്റവും നല്ല വെപ്പൺ. നമ്മുടെ സംബന്ധിച്ച നോളജ്, അറിവുണ്ടാക്കണം ശരി. ആ അറിവുണ്ടാക്കുക എന്നുള്ള പർപ്പസിലാണ് ഇന്ന് 100-ലധികം ആളുകൾ ഇവിടെ രാവിലെ 6 മണിക്ക് നമ്മൾ സജ്ജീകൃതരായിട്ട് വെച്ചത്. അങ്ങനെ വന്ന സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ തയ്യാറാവും. ആ തയ്യാറാവുന്ന സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് കോടീശ്വരന്മാരായിട്ട് നമുക്ക് വരാൻ സാധിക്കും, കോടീശ്വരന്മാരായിട്ട് നമുക്ക് സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ ശേഖർ സാറായാലും റാഫി സാറായാലും അല്ലെങ്കിൽ നമ്മുടെ JP സാറായാലും ഇവരൊക്കെ കോടികൾ ഏൺ ചെയ്യുന്ന സമയത്ത് വെറുതെ കോടികൾ ഉണ്ടായതല്ല. ആ കോടികൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇപ്പൊ ജംഷീദ് സാർ എന്നോട് പറഞ്ഞു, മത്സട്ടാ ശേഖർ സാറിനെ നോക്ക്, റാഫി സാറിനെ നോക്ക്, JP സാറിനെ നോക്ക്, അവരെ നോക്കിയോണ്ട് കാര്യമുണ്ടോ? ഇല്ല. അവര് ചെയ്ത പണി എന്താണ്, അവരെന്താ ചെയ്തെന്ന് നമ്മൾ പഠിക്കണം. അവരെന്താ, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. ഇപ്പൊ രാവിലെ 6 മണിക്ക് എണീറ്റ് നമ്മൾ എല്ലാവരും ഇരിക്കുകയാണ്. എന്താ 6 മണിക്ക് രാവിലെ എണീക്കാമെന്ന് നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പൊ 6 മണിക്ക് നമുക്ക് 6 മണിക്ക് എണീക്കാൻ, 5 മണിക്ക് എണീക്കാൻ ഇഷ്ടമല്ല. അത് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്ത് ദിവസങ്ങളായിട്ട് 6 മണിക്ക് 100-ലധികം ആളുകൾ ഇരിക്കുകയാണ് ചെയ്യും. നമ്മുടെ ലീഡർമാർ നമ്മളോട് പറയും, എന്താ പ്രപ്പോസൽ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയും. അപ്പൊ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് മടിയാണ്. പക്ഷെ റാഫി സാറായാലും ശേഖർ സാറായാലും JP സാറായാലും ജംഷി സാറായാലും ലിസ്റ്റ് ഉണ്ടാക്കി ലിസ്റ്റ് ചെയ്യാന്നുള്ള രീതി അവർക്ക് തോന്നുന്നു. ഇതേപോലെ ഫോൺ ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ ഫോൺ ചെയ്യാ എന്നുള്ള ശീലം അവർക്കുണ്ടായി. ഇനി എന്താ, ആളുകളെ കാണാൻ ഇഷ്ടമല്ല, ആരെയും കാണാൻ ഇഷ്ടമല്ല. പക്ഷെ കാണാൻ ഇഷ്ടമല്ല, കണ്ട് ആളുകളെ കാണാന്നുള്ളത് അവരുടെ രീതിയായി മാറി നമ്മൾ. അപ്പൊ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് കിട്ടും. ഇപ്പൊ ജംഷീദ് സാറ് എന്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഉടനെ ജംഷീദ് സാറെ എനിക്ക് മനിതായ MLM ബിസിനസ്സിൽ എനിക്ക് ചെയ്യണം, എന്നെ ഇതിലൊന്ന് ചേർക്കൂ, എന്നെ സെയിൽസ് പ്രൊമോട്ടർ ആക്കൂ, അല്ലെങ്കിൽ എന്നെ സെയിൽസ് എക്സ്പെർട്ട് ആക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നേരെ പറഞ്ഞോ. അല്ലെങ്കിൽ ആരെങ്കിലും ശേഖർ സാറോ റാഫി സാറോ
ആനല്ലേ, ഈ ആനയെ കൊണ്ട് നമുക്കൊന്ന് സംരക്ഷിക്കാം, ഈ ആനയെ കൊണ്ട് നമുക്കൊന്ന് ഇരുത്താം. അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയിട്ട് അതിന് സുഖ ചികിത്സ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുവേണ്ടി ഒരു ആളെ തയ്യാറാക്കി ആനപ്പാപ്പനെ റെഡിയാക്കി. കുറച്ചു നാൾ കഴിഞ്ഞ സമയത്ത് ഈ ആനപ്പാപ്പാൻ ഒരു ബുദ്ധി, ആനപ്പാപ്പാൻ ഈ ആനയൊന്ന് കുറെ നാളായിട്ട് ഇങ്ങനെ ആന ഇങ്ങനെ ഒരു ഇതിനകത്ത് നിൽക്കുകയാണല്ലോ, ഒന്ന് കൊണ്ടുപോയി അവിടെ ഒരു ആറുണ്ട്, ആറിനവിടെ കൊണ്ടുപോയി കുറച്ച് വെള്ളം കുടിപ്പിച്ച് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അദ്ദേഹം ഈ വെള്ളം കൊണ്ടുവരാൻ ആനയെ കുടിപ്പിക്കാൻ വേണ്ടി ആനയെ കൊണ്ടുപോയി. ഈ വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് ആ ചേറില് ആനയിങ്ങനെയായി, ആനയ്ക്ക് ഇങ്ങനെ എണീറ്റ് വരാൻ പറ്റില്ല, ആനയ്ക്ക് വരാൻ പറ്റുന്നില്ല. ഉടനെ അവിടെ നിന്ന ആള് രാജാവിനോട് ചോദിച്ചാൽ രാജാവിനെ വിളിച്ചു കഴിഞ്ഞാൽ രാജാവ് ഈ പാപ്പാന്റെ പണി നിർക്കും, അദ്ദേഹത്തിന് തൂക്കിക്കൊല്ലും ചെറുക്കെ. അപ്പൊ കൂടെ നിന്ന് ജോലി ചെയ്യുന്ന ആളോട് പറഞ്ഞു ഒന്ന് സഹായിക്കുന്നതാണ്. അവര് വടവും പല കമ്പികളും പലതൊക്കെ കൊണ്ടുവന്ന് കുത്തിവെക്കി വലിച്ചു നോക്കിയിട്ടൊന്നും ഈ ആന കേറിയില്ല. അപ്പൊ ഈ പാപ്പാന് തോന്നി ഇത് ഞാൻ രാജാവിനോട് കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ ജീവൻ പോയത് തന്നെയാണ്, എന്തായാലും എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ഈ ആനയുടെ ജീവൻ സംരക്ഷിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം പാപ്പാനോട് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്നതാണ് സംഭവം, ആന വരുന്നേ, ആന കയറുന്നില്ല, എന്താ ചോദിച്ചു. അല്ല, ഞങ്ങൾ ഒരുപാട് പേര് നോക്കി, അങ്ങനെ നോക്കിയിട്ടൊന്നും ഈ ആന കയറുന്നില്ല, ആന കയറി വരുന്നില്ല, ആനയ്ക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോ രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്തോ, നമ്മുടെ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഒരു വ്യൂകള് മുടക്കല്ലേ, ആ വ്യൂകളൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഈ രാജാവ് ഒരു വ്യൂകളെന്തിനാ ആനയെ പൊക്കണമെന്ന് വ്യൂകളുടെ ആവശ്യം എന്താ? അങ്ങനെ ആ വ്യൂകൾ എടുത്തിട്ട് ഇദ്ദേഹം നല്ല രീതിയിൽ ഇതിങ്ങനെ കയറാങ്ങൾ ആ വ്യൂകളുണ്ട് ഊതി. ആ ഊതിയ സമയത്ത് ആനയ്ക്ക് ചേറിൽ കൊണ്ടു നിൽക്കുന്ന ആനയ്ക്ക് ഈ ശബ്ദം കേൾക്കുന്നത് എന്റെ രാജാവ് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്താണ് ഈ വ്യൂകൾ കേൾക്കുക. അപ്പൊ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി എന്റെ രാജാവ് തയ്യാറായിട്ടുണ്ട്, ആ രാജാവ് തയ്യാറായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ രാജാവ് വിജയിക്കാൻ പോണില്ല. അങ്ങനെ ആരും സഹായിക്കാതെ ഈ ആന ആ ചേറിൽ നിന്ന് എണീറ്റ് നേരെ രാജാവിന്റെ സന്നിധിയിലേക്ക് നേരെ വന്നു. ഐ ആം ഹാജർ ഹോ എന്ന് പറയണ്ടായി. അതേപോലെയാണ് സേവ്യർ സാറ് നമ്മളെ ആളുകളെ വിളിച്ച ആ ശംഖൂതിയ സമയത്ത് നമ്മളെല്ലാവരും ജഡ്ജി സാറൊക്കെ വരുന്ന സമയത്ത് നമ്മളൊക്കെ എന്താ ഹാജർ ഹോ, ആ ഒരു പടപ്പുറപ്പിന് നമ്മൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് ശരിക്കും. ആ നിൽക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ശരീരം തന്നെ 7 കാര്യങ്ങളാണ് ശരിക്കും. വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വിറ്റമിൻ, മിനറൽസ്, ഫൈബർ. നോക്കൂ, നമ്മള് വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വിറ്റമിൻ, മിനറൽസ്, ഫൈബർ, ഈ 7 ഘടകങ്ങളാണ് വേണ്ടത്. നമ്മുടെ ശരീരം തന്നെ കോടാനുകോടി കോശങ്ങളാണ്. പലപ്പോഴും നമ്മുടെ എല്ലാവരും ആർക്കസാറൊക്കെ പറയും ട്രില്യൺ കോടങ്ങൾ. ഒരു ട്രില്യൺ എത്രയാ? 12 പൂജ്യം 1 ട്രില്യൺ. 100 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 100 എഴുതിയിട്ട് 13 പൂജ്യം എഴുതുക 100. ഇത് കോടാനുകോടി കോശങ്ങളെ കൊണ്ടാണ് 11 സിസ്റ്റം നമ്മുടെ ശരീരം. ഈ കോശങ്ങൾ നമുക്കത് നമ്മുടെ വീടുകളിൽ ഹരിതകർമ്മസേനക്കാരുമാണ്. ഈ ഹരിതകർമ്മസേന ജൈവമാലിന്യം പ്ലാസ്റ്റിക് മാലിന്യം എടുത്തുകൊള്ളു, എന്നിട്ട് അത് റീസൈക്ലിംഗ് ചെയ്തിട്ട് നമ്മൾ വരും. ഇതേപോലെ തന്നെ നമ്മുടെ കോടാനുകോടി കോശങ്ങളില് ഈ സിസ്റ്റമായിട്ട് ദഹന വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, പ്രത്യുത്പാദന വ്യവസ്ഥ, പല വ്യവസ്ഥകളാണ് കിടക്കുന്നത്. ഈ വ്യവസ്ഥകളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ വ്യവസ്ഥകളൊക്കെ സെല്ലുകളാണ്. ഈ സെല്ലുകൾക്ക് കേട് വന്നാൽ, ഡാമേജ് വന്നാൽ ഈ കറക്റ്റ് നമ്മുടെ മനുഷ്യ ശരീരം ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, പ്രോസിറ്റോൺ, എക്സോൺ, എനർജി ഇത്രയാണ് നമുക്ക്. അപ്പൊ ഈ ഇതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഈ സെല്ലുകൾ റിപ്പയർ നടത്തണം. ഈ സെല്ല് റിപ്പയർ എന്താ? ഇത് റിപ്പയർ നമുക്ക് ഉറങ്ങണം. നമ്മൾ ഉറങ്ങിയാൽ മാത്രമേ സെല്ല് റിപ്പയർ നടക്കുള്ളൂ ശരിക്ക്. അപ്പൊ നമ്മുടെ ബയോമാഗ്നറ്റിക് എനർജി, ബയോമാഗ്നറ്റിക് എനർജിയിൽ നമുക്ക് വ്യക്തമായിട്ട് ഓക്സിജന്റെ അളവ് കൊടുക്കുന്നു, ഓക്സിജന്റെ അളവ് കൂടുന്നു, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഈ 3 കാര്യങ്ങൾ ലോകത്ത് പറ്റാത്ത ആരെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ ശരിക്കും? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ? ഇല്ല. ഇത് സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് ആവശ്യമില്ലാത്ത ഓരോ മനുഷ്യരില്ല ശരിക്കും. അപ്പൊ നമ്മുടെ മാർക്കറ്റ് റെഡിയാണ്, ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ് ശരിക്കും. ആ ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇത് പറഞ്ഞു മനസ്സിലാക്കണം. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എന്താവും? ചില ആളുകൾ ബിസിനസ് പറയും, പക്ഷെ ബിസിനസ് പ്രൊഡക്റ്റ് പറഞ്ഞെടുക്കും, പക്ഷെ ബിസിനസ് പറയില്ല. ആ ബിസിനസ് പറഞ്ഞില്ലെങ്കിൽ എന്താ സ്ഥിതി എന്നറിയോ? നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ ഗംഭീരമായിട്ട് പറയും,
സമയത്ത് ആള് തിരിച്ചു വന്നു. അല്ലെങ്കിൽ തത്ത ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. തത്ത സംസാരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ അത് ചെയ്തോ, ഒന്നും കൂടി ശ്രമിച്ചു നോക്ക്. എന്നിട്ട് ഞാൻ വീണ്ടും പോയി. അങ്ങനെ വീണ്ടും പറഞ്ഞു. കുറച്ച് ദിവസം കഴിച്ചാൽ പറഞ്ഞു, അല്ല, ആ തത്ത ചത്തുപോയി എന്ന് പറഞ്ഞു. ചത്തുപോയി, ഒന്നും സംസാരിച്ചില്ല, ചത്തുപോയി, ഒന്നും സംസാരിച്ചില്ല ഇല്ല. അവസാനം മരിക്കുന്ന സമയത്ത് ചാവുന്ന സമയത്ത് തത്ത പറഞ്ഞു, അല്ല, എനിക്കൊരു അല്പം ഭക്ഷണം തന്നിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തത്തേനെ കൊണ്ടിട്ട് കൂട്ടിലാക്കിയത് അദ്ദേഹം ഒന്നും കൊടുത്തിട്ടില്ല. ഇതേപോലെയാണ് നമ്മുടെ ബിസിനസ് പറയുന്ന സമയത്ത് നമ്മള് അത് പ്രൊഡക്റ്റ് മാത്രം പറഞ്ഞാൽ എന്തായി, അവിടെ ബിസിനസ് നടക്കില്ല. ബിസിനസ് നടക്കണം. അപ്പൊ ഈ തത്തയുടെ ആ ഒരു അനുഭവം നമുക്കുണ്ടാവും. നമ്മളതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പറയണം. ശരി, പറഞ്ഞ് മനസ്സിലാക്കണം. ആ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിവില്ലെങ്കിൽ അവിടെ നമുക്ക് അബദ്ധങ്ങൾ ഉണ്ടാവും. ശരിക്കും പണ്ടൊരു തിരുമേനി, അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടി, പൂജ കഴിഞ്ഞ അദ്ദേഹം രാത്രിയായിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ബസ്സിൽ അവിടെ തിരിച്ച് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് പോകുന്ന ബസ്സിൽ അപ്പൊ നടന്നു വരിക. അപ്പൊ മൃഗങ്ങളും പല കാര്യങ്ങളും ശല്യമുണ്ട് ശരിക്കും. അപ്പൊ ഉറങ്ങാൻ വേണ്ടി നോക്കുമ്പോ അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി ചോദിച്ചു. അപ്പൊ ഒരു സ്ഥലത്ത് പോയി മുട്ടി നോക്കിയ സമയത്ത് അവിടെ ഒരു സ്ത്രീ, ഒരു മകള് മാത്രമേ ഉള്ളൂ. കാരണം തിരുമേനി ഇവിടെ താമസിക്കാൻ പറ്റും, പ്രായമുള്ള ഒരു മകളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ താമസിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത വീട്ടിൽ പോയ സമയത്ത് അവരും പറഞ്ഞു, ഇവിടെ പ്രായമുള്ള മക്കളുണ്ട്, അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന്. മൂന്നാമത്തെ വീട്ടിൽ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നമ്മുടെ ഇവിടെ പ്രായമായിട്ടുള്ള കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, പ്രായമായിട്ട് കുട്ടികൾ എന്തായാലും ചോദിച്ചു. അല്ല, എനിക്കൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. ഇതുപോലെ പല ആളുകളും ബിസിനസ് പറയും. കറക്റ്റ് ഇതിന്റെ ശരിയായ രീതിയിലൂടെ, ശരിയായ വഴികൂടെ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോവാനായിട്ട് നമ്മൾ തയ്യാറാണ്. ആ തയ്യാറാവണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ നമ്മുടെ മണിരായ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു 6 ബേസിക് ഞാൻ ഇന്നിവിടെ പറയും. ഒരു 6 ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ 6 ബേസിക് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മള് 100% നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. 100% പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് പേട് നമുക്ക് ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, മറ്റെല്ലാ പ്രൊഡക്റ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ 100% നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞാൽ മേക്ക് എ ലിസ്റ്റ്. എന്തിനാ ലിസ്റ്റ് ഉണ്ടാക്കണം? ലിവറേജ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പൊ ഫസ്റ്റ് ലിസ്റ്റ് മസ്റ്റ്. അപ്പൊ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കും, മേക്ക് എ ലിസ്റ്റ്. അത് കഴിഞ്ഞാൽ കോണ്ടാക്ട് ആൻഡ് ഇൻവൈറ്റ്. ഈ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, എന്താ, ടെലഫോൺ ഒരിക്കലും നമ്മൾ ബിസിനസ് പറയരുത്. ടെലഫോൺ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആയിട്ടേ നമ്മൾ കാണാവൂ. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആയിട്ടേ നമ്മൾ ടെലഫോണിനെ കാണാവൂ. ശരിക്കും വേറെ ബിസിനസ് പറയരുത്. അപ്പൊ കോണ്ടാക്ട് ആൻഡ് ഇൻവൈറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെന്താ, ഷോ ദ പ്ലാൻ. പ്ലാനിൽ പ്രൊഡക്റ്റ് പ്ലാനിങ് പറയും. അത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് എന്താ, ഫോളോ അപ്പ് കഴിഞ്ഞാൽ 6ാമത്തെ പോയിന്റ് ആണ് സ്റ്റാർട്ട് ദ ബിസിനസ്. ഇത് നിങ്ങൾ വ്യക്തമുണ്ട്. ഇത് അറിയുന്ന ലീഡേഴ്സ് ഒരുപാട് പേരുണ്ടാവുമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. ഒന്ന്, 100% നമ്മുടെ പ്രൊഡക്റ്റ് 100% പ്രൊഡക്റ്റ് യൂസ് ആൻഡ് പ്രൊഡക്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേക്ക് എ ലിസ്റ്റ്. യൂസ് ദ പ്രൊഡക്റ്റ്, മേക്ക് എ ലിസ്റ്റ്, പിന്നെ കോണ്ടാക്ട് ആൻഡ് ഇൻവൈറ്റ്. അത് കഴിഞ്ഞാൽ ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ്, സ്റ്റാർട്ട് ദ ബിസിനസ്. ഈ 6 കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. ഞാൻ ഓരോ ദിവസം ഇതിലിപ്പം ലിസ്റ്റ്, എങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കണം ഒന്നുമില്ല, വളരെ സിമ്പിള്. നിങ്ങൾ ഫ്രണ്ട്സ് എഴുതിയാൽ മതി. ഫ്രണ്ട്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കാൻ തയ്യാറാവും. നിങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി ലിസ്റ്റ് ഉണ്ടാക്കണം. ഒറ്റയ്ക്ക് പോയി ഇരിക്കുകയായിരുന്നു. ഇപ്പൊ കല്യാണം വരുമ്പോൾ നമ്മൾ എല്ലാവരും ലിസ്റ്റ് ഉണ്ടാകും. അപ്പൊ ഇന്ന ആള് പറഞ്ഞിട്ട് നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടി ലിസ്റ്റ് ഉണ്ടാക്കും. എന്ന പോലെ ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ് എന്താ, ആ ഫ്രണ്ട്സിന്റെ ആദ്യത്തെ അക്ഷരം എന്താ, എഫ്. അപ്പൊ ഫാമിലിയിൽപ്പെട്ട ആളുകൾ ആരൊക്കെയാ? അപ്പൊ ഫാമിലിയിൽപ്പെട്ട ആളുകളുടെ ലിസ്റ്റ്, അതാണ് എഫ്. അത് കഴിഞ്ഞാൽ റിലേറ്റീവ്, ബന്ധുക്കള്. അപ്പൊ റിലേറ്റീവ്, അത് ഇത്ര പേരുണ്ടാവും, റിലേറ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഐ, ഇമ്പോർട്ടന്റ് വ്യക്തികൾ. ചില ഡോക്ടർമാരുണ്ടാവും, എഞ്ചിനീയർമാരുണ്ടാവും, ഒക്കെ ഇമ്പോർട്ടന്റ് വ്യക്തി. അപ്പൊ FRI. എംപ്ലോയി, ജോലിക്കാരായ ആളുകളുണ്ടാവും, എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ എഴുതി. നൈബേഴ്സ്, നമ്മൾ ആദ്യം താമസിച്ച വീട്ടിന് ചുറ്റുപാടുള്ള ആളുണ്ടാവും, ഇപ്പൊ താമസിക്കുന്ന വീട്ടിന് ചുറ്റുപാടുണ്ടാവും, നൈബേഴ്സ് എഴുതി.
കഴിയുമ്പോൾ നമ്മുടെ 6th ബേസിക്കും പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ആരായി? നമ്മൾ ശരിക്ക് മുന്നോട്ട് പോവാൻ റെഡിയായി. നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായി? പിന്നെ നമ്മൾ ബിസിനസ്സിലേക്കുള്ള തുടക്കം. നമ്മൾ ഈ തുടക്കത്തിലേക്ക് വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പ്രവർത്തനത്തിന് ആവശ്യമായുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ രജീഷ് സാർ നമ്മുടെ 9 സ്കില്ലുകൾ, ക്രിയേറ്റീവ് സ്കില്ല്, കോച്ചിങ് സ്കില്ല്, പല പല സ്കില്ലുകൾ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കേണ്ടായി. 9 സ്കില്ലുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അങ്ങനെ ഒരുപാട് സ്കില്ലുകളുണ്ട് നമുക്ക്. അത് നമ്മൾ പ്രോത്സാഹിത്താക്കണം, പഠിക്കാനായിട്ട് നമ്മൾ തയ്യാറാവും. അപ്പൊ നമ്മൾ പഠിക്കുക, പഠിപ്പിക്കുക, പഠിപ്പിക്കുക, പഠിക്കുക. അപ്പൊ ലേണിംഗ്, ടീച്ചിങ്, ലേണിംഗ്, ടീച്ചിങ്, ട്രെയിനിങ്, ഹെൽപ്പിംഗ്. ലേണിംഗ്, ടീച്ചിങ്, ട്രെയിനിങ്, ഹെൽപ്പിംഗ്. ലേണിംഗ്, ടീച്ചിങ്, ട്രെയിനിങ്, ഹെൽപ്പിംഗ്. ലേണിംഗ്, ടീച്ചിങ്, ട്രെയിനിങ്, ഹെൽപ്പിംഗ്. ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ലിവറേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ലിവറേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ വന്നു. പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ ഉദിച്ചു ഉയർന്ന് നമ്മൾ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രവർത്തന പദ്ധതിയിലേക്ക് നമ്മൾ എല്ലാവരും വരികയാണ് ശരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ ഓരോ അവസരങ്ങൾ, സമയങ്ങൾ, ആ സമയങ്ങൾ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാതെ നമ്മൾ നോക്കണം. സമയം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത്. സമയത്തിന് അതിൻ്റെതായുള്ള വാല്യൂ ഉണ്ട് ശരിക്കും. സമയത്തിന് നല്ല പ്രാധാന്യമുണ്ട് ശരിക്കും. ഇപ്പൊ സമയത്തിന്റെ കാര്യം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഒരിക്കലും ഈ കാട്ടില് എല്ലാ മൃഗങ്ങളും കൂടി ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം വേറെ ഒന്നല്ല, ഒരു പ്രോഗ്രാം നടക്കുമ്പോ ആ സ്റ്റേജില് ഓരോരോ മൃഗങ്ങൾ വന്നിട്ട് തമാശ പറയണം. ആ തമാശ പറയുന്ന സമയത്ത് എല്ലാ മൃഗങ്ങളും ചിരിച്ചില്ലെങ്കിൽ തമാശ പറയുന്നത് ആരാണോ ആ പറയുന്ന ആള് തമാശ പറഞ്ഞിട്ട് അപ്പുറത്തുള്ള മൃഗങ്ങൾ ചിരിച്ചില്ലെങ്കിൽ തമാശ പറഞ്ഞ ആളുകളെ കൊല്ലും. ഇതാണ് കണ്ടീഷൻ. അങ്ങനെ കണ്ടീഷനായ സമയത്ത് നേരെ ഫസ്റ്റ് മുയല് വന്നു. മുയലാണ് എല്ലാവരും സിംഹം, മാള്, പുലി, എല്ലാ കാര്യം മുയലുണ്ട് എല്ലാം. അങ്ങനെ മുയല് ചാടി വന്ന് മുയലൊരു തമാശ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു, പക്ഷെ ആമ മാത്രം ചിരിച്ചു. ആമ ചിരിച്ചില്ല. അപ്പൊ കണ്ടീഷൻ എന്താ? തമാശ പറയുന്ന തമാശ കേട്ടുകഴിഞ്ഞാൽ എല്ലാവരും ചിരിച്ചെങ്കിൽ ആരാണോ തമാശ പറഞ്ഞ ആളെ കൊല്ലും. അപ്പൊ മുയലിനെ കൊന്നു. അത് കഴിഞ്ഞിട്ട് കരടി വന്ന സമയത്ത് നേരെ വന്നിട്ട് കരടി വന്നൊരു തമാശ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു, ആമ ചിരിച്ചു. എന്തായി? കരടിയെ കൊന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തമാശ പറഞ്ഞു കുരങ്ങൻ വന്നിട്ട് തമാശ പറഞ്ഞു. പറയുമ്പോഴേക്കും ആമ അങ്ങനെ ശരിയാണ്. അപ്പൊ അവരെല്ലാ മൃഗങ്ങളും ചിരിച്ചല്ല. ഈ മുയല് വന്നിട്ട് തമാശ പറഞ്ഞു, നീ ചിരിച്ചില്ല. കരടി വന്നിട്ട് തമാശ പറഞ്ഞു, നീ ചിരിച്ചില്ല. ഈ കുരങ്ങൻ വന്ന് പറയുമ്പോഴേക്കും നീ ചിരിച്ചല്ലോ എന്നു. ആര് പറഞ്ഞു? ഞാന് മുയല് പറഞ്ഞ തമാശ കേട്ടിട്ട് ഞാൻ ഇപ്പൊ ചിരിക്കാന്ന് പറഞ്ഞു. സമയത്തിന് ചിരിച്ചില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ശരിക്കും. സമയത്തിന്റെ വില അറിയണമെങ്കിൽ, ഒരു വർഷത്തിന്റെ വില അറിയണമെങ്കിൽ, ഒരു 6ാം ക്ലാസ്സിൽ തോറ്റിട്ട് പണ്ടൊക്കെ, ഇപ്പൊ എല്ലാവരും ചോദിക്കും 6ാം ക്ലാസ്സിലൊക്കെ തോറ്റ ഒരു കുട്ടിയോട് ചോദിച്ചാൽ മതി ഒരു വർഷത്തിന്റെ വില അറിയണമെങ്കിൽ അവൻ ഒരു വർഷത്തിന്റെ വില അറിയാൻ സാധിക്കും. ഒരു മാസത്തിന്റെ വില അറിയണമെങ്കിൽ, മാസം തികയാതെ പ്രസവിച്ചൊരു സ്ത്രീയോട് ചോദിച്ചാൽ അറിയാം ഒരു മാസത്തിന്റെ വില അറിയാം. ഒരു ദിവസത്തിന്റെ വില അറിയണമെങ്കിൽ, ഒരു ദിവസം കൂലിപ്പണിക്ക് പോകുന്ന ആളുടെ ഒരു ദിവസത്തിന്റെ വില അറിയണമെങ്കിൽ ആ കൂലിപ്പണിക്ക് പോകുന്ന ആളോട് ചോദിച്ചാൽ മതി ഒരു ദിവസത്തിന്റെ വില അറിയാം. ഒരു മണിക്കൂറിന്റെ വില അറിയണമെങ്കിൽ, ഇപ്പൊ ജംഷീദൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് 4 മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിലെത്തുന്ന പറഞ്ഞ 5 മണിയായിട്ടും കാണാതാവുന്ന സമയത്ത് ജംഷീദ് സാറിന്റെ വയസ്സിലുണ്ടാവുന്ന ഒരു ഇതുണ്ട്. ആ 1 മണിക്കൂറിന്റെ വില അറിയണമെങ്കിൽ ആ ഒരു ഭർത്താവ് വരുന്ന സമയത്ത് എത്തിയില്ലെങ്കിൽ ആ 1 മണിക്കൂറിന്റെ വില അവരോട് ചോദിച്ചാൽ മതി. 1 മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ കോട്ടയത്തും പല മേഖലകളിൽ, തിരുവനന്തപുരത്തൊക്കെ നമ്മൾ കോഴിക്കോടൊക്കെ പോയി ട്രെയിനില് പട്ടാമ്പിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജംഷീദാരൊക്കെ അവർ ഓടി വരുന്ന സമയത്ത് ട്രെയിനിന്റെ ബേക്കാ കാണുക. 1 മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ നമുക്ക് അപ്പോഴേ നമുക്ക് 1 മിനിറ്റിന്റെ വില അറിയുള്ളൂ. 1 സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ നമ്മൾ PT ഉഷയോട് ചോദിച്ചാൽ മതി. PT ഉഷ. ആ PT ഉഷയോട് ചോദിച്ചാൽ മതി
അറിയണമെങ്കിൽ, ഒരു സെക്കൻഡിന്റെ വില അറിയണം. അപ്പോ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് സമയത്ത്. അപ്പോ ഈ സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ സമ്പന്നരാവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള മണിരായ മാർക്കറ്റ്. ഈ മണിരായ മാർക്കറ്റിംഗിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായുള്ള ഒരു ദിശാബോധം നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ദിശാബോധം നമ്മുടെ മനസ്സിലുണ്ടാവണമെങ്കിൽ നമുക്ക് നല്ല നല്ല നോളജുകൾ ദിവസേന നമുക്ക് അറിവുകൾ നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യണം. ഈ അറിവ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയുള്ള ശ്രദ്ധ, ഇതൊക്കെയാണ് നമ്മൾ മീറ്റിങ്ങിലൂടെ, മീറ്റിംഗ് ട്രെയിനിങ്, ഹെൽപ്പിംഗ് ട്രെയിനിങ്, ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ മീറ്റിങ്ങിലൂടെ നമുക്ക് ഈ അറിവിനെ നമുക്ക് സമാഹരിക്കാനും ഇതിനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിവുള്ളൂ ശരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സമയത്തെ നമ്മൾ ഇതാക്കുക, നമ്മുടെ ബിസിനസ് ലിസ്റ്റ് ഉണ്ടാക്കുക, ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ നമ്മൾ മീറ്റിംഗിലേക്ക് നമ്മൾ തയ്യാറായി മുന്നോട്ട് പോകുന്ന സമയത്ത്, കുതിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും 80% ആളുകൾ ജീവിക്കുന്നത് 20% സമ്പത്തിലാണ്. ഒരു രാഷ്ട്രം സമ്പന്നമാവണമെങ്കിൽ രാഷ്ട്രത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം, യൂസഫിന് കോടീശ്വരനായാൽ ഇന്ത്യ മഹാരാജ്യത്തിൽ എല്ലാവരും കോടീശ്വരന്മാരല്ല, അംബാനി കോടീശ്വരമായാൽ എല്ലാവരും കോടീശ്വരന്മാരല്ല. പ്രതിശീർഷ വരുമാനം, ആളോഹരി വരുമാനമായാലേ പറ്റുള്ളൂ. 80% ആളുകൾ ജീവിക്കുന്ന 20% ധനം കൊണ്ടാണ്. 20% ആളുടെ കയ്യിൽ 80% സമ്പത്തിരിക്കാം. ഇത് കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലാതെ ഒരു മാർഗം ഞാൻ കാണുന്നില്ല കേട്ടോ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതുകൊണ്ടാണ് നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞത്, സ്വർഗീയ അബ്ദുൽ കലാം പറഞ്ഞു, ഇറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ് റവല്യൂഷണറി ചേഞ്ചസ് സോ മെനി ഡെവലപ്ഡ് കൺട്രീസ് ഇൻ വേൾഡ്. ലോകരാജ്യങ്ങൾ, കഴിഞ്ഞ ദിവസം ജെ.പി. സാറ് വയനാട് BJP പറയേണ്ട, ഇദ്ദേഹം പറഞ്ഞു ട്രംപ് സ്വർണ്ണ കസേരയിൽ ഇരിക്കുകയാണ്. കാരണം അദ്ദേഹം 2 നെറ്റ്വർക്കാണ് ചെയ്യുന്നത്. മലേഷ്യ രാജാവ് 2 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിരിക്കും. അപ്പോ ഇവിടെ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ടാവാൻ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പണം വേണം ശരിക്കും. ഈ പണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ബിസിനസ്. ജോലികളുടെ ബിസിനസ് ആകുമ്പോൾ ഒരുപാട് മേഖലയിൽ നമുക്ക് ബിസിനസ് ഉണ്ടാകും, പണം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ബിസിനസ്സിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. സ്ഥലം വേണം, കട വേണം, വാടക വേണം, കറണ്ട് വേണം, ഫോൺ വേണം, ഫാൻ വേണം, ലൈസൻസ് വേണം. ബിസിനസ് ആകുമ്പോൾ നഷ്ടം ഉണ്ടാവും, നഷ്ടം സൈഡ്. ഇവിടെ ബിസിനസ് ചെയ്യാൻ, ലോകത്ത് ബിസിനസ് ചെയ്യാൻ 2 ബയോമാഗ്നറ്റ് മാട്രസ്, 1 വാങ്ങുക, 2 സെയിൽ ചെയ്യുക. ഒരു മാട്രസ് വാങ്ങിയ 2 സെയിൽ ചെയ്യുക. ഇത് മാത്രം മതി നമ്മൾ. പിന്നെ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക, അവരെ സഹായിച്ചു കൊടുക്കുക ശരിക്കും. അപ്പോൾ സഹായിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ട്രസ്റ്റ് വേണം. നമുക്ക് ട്രസ്റ്റ്. ഇപ്പൊ നോക്കൂ, ഇന്ത്യക്ക് വേണ്ടി ഒരു രാജ്യത്ത് ഒരു സർക്കസുകാരനുണ്ട്. ആ സർക്കസുകാരൻ അദ്ദേഹം ഒരു 10 മീറ്റർ മുകളിലൊക്കെ ഒരു കമ്പി കെട്ടിയിട്ട് ആ കമ്പിയിൽ കൂടെ സൈക്കിൾ ഇങ്ങനെ ഓടിക്കും. ആ 2 ചക്രമുള്ള സൈക്കിൾ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാണ്. അദ്ദേഹത്തിന്റെ സൈക്കിള്, അദ്ദേഹം സർക്കസ് അതാണ് ശരിക്കും. അദ്ദേഹം ലോകത്തിനോട് ഡിക്ലെയർ ചെയ്തു, ഇതാ ആ സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറം 2 കമ്പി കെട്ടിയിട്ട് അതിലൂടെ ഒരു നൂൽക്കമ്പി മാത്രം കെട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിന്റെ മുകളിൽ കൂടെ സൈക്കിളിൽ ഞാൻ സഞ്ചരിക്കാൻ പിടിക്കാനുള്ള മാർഗമൊന്നുമില്ല, ഒറ്റ കമ്പി മാത്രമേ ഉള്ളൂ. ആ കമ്പിയിലൂടെ ഞാൻ സൈക്കിൾ കെട്ടി പോകുന്ന റെഡിയായി നിൽക്കാണ്. എല്ലാവരും വരണം, എന്റെ സന്തോഷം വേണം, എനിക്ക് ആശംസ തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം റെഡിയായി. പക്ഷേ എല്ലാ ദിവസവും അദ്ദേഹം ഒറ്റയ്ക്കാണ് സൈക്കിൾ വരുന്ന, ഒറ്റ സ്ഥലത്ത് താഴെ 10 മീറ്റർ മുകളിൽ. ഇത് വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറം നിന്നിട്ട് അതിനെ കമ്പി കെട്ടിയിട്ട് ഒറ്റ നൂൽക്കമ്പി മാത്രം. ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടെ സഞ്ചരിക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്കല്ല. അദ്ദേഹം സൈക്കിൾ റെഡിയാക്കി സൈക്കിൾ അദ്ദേഹം കയറിയിരുന്നു. ഇരുന്ന സമയത്ത് കൂടെ പുറകിൽ ഒരാളും കൂടി കയറിയിരുന്നു. ആ ഒരാളും കൂടി കയറിയിരുന്ന സമയത്ത് അദ്ദേഹം ആ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോയി. പലരും വിചാരിച്ചു വെള്ളച്ചാട്ടത്തിലും കൂടെ എന്തായാലും വീഴാതിരിക്കില്ല, ഉറപ്പായിട്ടും വീഴും. അതേ സൈക്കിൾ ചവിട്ടി ഭയങ്കര കൈയടി എല്ലാം കഴിഞ്ഞ് താഴേക്ക് അപ്പുറം കടന്ന് ഇറങ്ങി. അപ്പോ ആളുകളെല്ലാവരും അദ്ദേഹത്തിന് പാരിതോഷികളൊക്കെ കൊടുക്കാൻ നോക്കുന്നത്. ആർക്കാ പാരിതോഷികം കൊടുക്കുന്നത്? ആരെയാ നോക്കുന്നത്? സൈക്കിൾ ചവിട്ടിയ ആളെയല്ല, ആ സൈക്കിളിന്റെ പുറകിലിരുന്ന ആളെയാണ് ജനങ്ങൾ നോക്കിയത്. സൈക്കിളിന്റെ പുറകിലിരുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഈ മനുഷ്യന്റെ മുകളിൽ, ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഒറ്റ നൂൽക്കമ്പി കെട്ടിയുള്ള സൈക്കിളിന്റെ പുറകിൽ ഇരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ